ഹലോ ഗൈസ്, നമ്മളിപ്പം നിൽക്കുന്നത് അരുവിക്കുഴി വ്യൂ പോയിൻ്റ് വാട്ടർഫാൾസിൻ്റെ സൈഡിലാണ്. ഇപ്പം നമ്മൾ ഇവിടുന്ന് തമിഴ്നാട് ഫോറസ്റ്റിലേക്ക് കയറാൻ പോവാണ്. കാണിച്ചത് നമുക്ക് വെള്ളം കുറവായതുകൊണ്ടാണ് ഞാൻ ആ വെള്ളത്തിൽ കൂടെ ഇറങ്ങിക്കിടന്നേ. ഇല്ല, നമുക്ക് വെള്ളത്തിൽ കൂടെ ഇറങ്ങിക്കിടക്കത്തില്ല. അപ്പുറം ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ബ്രിഡ്ജ് വഴി വരാതെ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലേക്ക് കയറാൻ പോവാം കേട്ടോ. അപ്പം നമ്മൾ തമിഴ്നാട് ഫോറസ്റ്റിലേക്ക് നമ്മൾ കടന്നിരിക്കുവാണേ. ഇവിടെ ഇപ്പം നമുക്ക് നിറച്ച് പണ്ടൊക്കെ ഈ പുല്ല്, നമ്മുടെ പെരകളൊക്കെ പണ്ട് കാലങ്ങളിൽ ഈ പുല്ല് ഉപയോഗിച്ചാൽ മേഞ്ഞിരുന്നത് കേട്ടോ. അന്നൊക്കെ ഇവിടെ വന്ന് ആൾക്കാർ ഇതൊക്കെ ചെത്തി ഉണക്കി കൊണ്ടുപോകുമായിരുന്നു. ആ പുല്ലുകളാണ് നിൽക്കുന്നത്, മേച്ചിപ്പുല്ലെന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ കാനനത്തിൻ്റെ നടുവിലൂടെ ഇങ്ങനെ നടന്നു വരാൻ കാട്ടുപാതയാണ്. അപ്പോൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു 30 അടി താഴ്ച ഭംഗിയായിട്ട് കാണാൻ പറ്റും. നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം ഒരു 30 അടി താഴ്ച നമുക്കിവിടെ വന്നാൽ കാണാൻ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രോൺ ഉപയോഗിച്ച് മൊത്തം കാഴ്ച എടുക്കത്തുള്ളൂ. ഇല്ല, തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിലെ വ്യൂ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ഇതിൽ കയറാതെ ഇതിൻ്റെ ഇടവഴി ഉണ്ടല്ലോ, നമ്മുടെ ലെമൺ ഗ്രാസിൽ പുൽത്തൈലം ഉണ്ടാക്കുന്നത്. ആ പുൽത്തൈലം ഉണ്ടാക്കുന്ന ആ പുല്ലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഇടവഴി ഇതുണ്ടോ, ഇങ്ങനെ അങ്ങ് പോകാം. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു സമയം ഇപ്പം കേട്ടോ. നമ്മുടെ പുല്ലിൽ ഇത് പൂത്ത് നിൽക്കും. അത് കണ്ടോ, നമുക്കിത് പറിക്കാം. ഇതിൽ നിറയെ കായുണ്ടാകും. പേരിന്തോന്നാണ് പറയുന്നത്. വേറെന്ത് പേരുണ്ടെന്ന് എനിക്കറിയില്ല. ലേബർ ക്യാമ്പിൻ്റെ ഒരുക്കിയിട്ടിരിക്കുന്ന സ്ഥലവുമുണ്ട്, കൃഷി ചെയ്തിരിക്കുന്ന ഭൂമിയുണ്ട്. കാട്ട് പുല്ലാണെന്ന് പറഞ്ഞാലും ഭംഗി വേറെയാണ് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാടിൻ്റെ വ്യൂ ഉണ്ട് കേട്ടോ. തമിഴ്നാട് കൊമ്മിളി, പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞാൽ മംഗലാപുരം
കേരളത്തിൽ എത്തി. അപ്പോൾ ഇവിടെ DTPC അതിമനോഹരമായിട്ട് പണിതിരിക്കുന്ന ഡെസ്റ്റിനേഷനിൽ വിശ്രമിക്കാനായിട്ടിരിക്കുന്ന ഒരു ബെഞ്ചുണ്ട്. അതിൽ നമുക്ക് ഇരുന്ന് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.